ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വ്ലോഗ്. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസും ഒരു സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൊസംബിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് എടുക്കാം, പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് ലൈം ജ്യൂസ് വേണം. അതിന് ഞാനൊരു ലെമൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ആണോ ഉള്ളതെങ്കിൽ അപ്പോൾ അതിൻ്റെ അല്ലി എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊസംബിയാണ് എടുത്തേക്കുന്നത്, അപ്പോൾ അത് നമുക്കൊന്ന് ജ്യൂസ് ആക്കിയെടുക്കാം. ഓറഞ്ചിനകത്ത് നല്ല വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഫോളിക് ആസിഡ്. അപ്പം ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി എന്നൊക്കെ പറയുമ്പോൾ. ഫോളിക് ആസിഡ് വളരെയധികം അടങ്ങിയിരിക്കുന്നുണ്ട്. പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിനകത്ത് അയണും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റും ആപ്പിളും ഒന്ന് കഴുകി പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റിനകത്ത് വളരെയധികം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം വൈറ്റമിൻ കെ, പിന്നെ പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കണ്ണിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ക്യാരറ്റ് ചിലപ്പം കഴിക്കത്തില്ലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരും കുടിച്ചോളും. ഈ ആപ്പിൾ നമുക്ക് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കിനും ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ അവേ എന്നല്ലേ. അപ്പോൾ ആപ്പിൾ ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാൽ നമുക്ക് വളരെയധികം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിനകത്താണെങ്കിലും നന്നായിട്ട് വൈറ്റമിൻ സി ഒക്കെ ഉണ്ട്. ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ആപ്പിളും ക്യാരറ്റും ഒക്കെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് ഇടാം. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ലൈം ജ്യൂസ് ചേർക്കാം. ആദ്യം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവക്കാഡോ സ്മൂത്തിയും കൂടെ റെഡിയാക്കി എടുക്കാം. ഈ അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു പഴം എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പകുതി മതി. പിന്നെ കുറച്ച് പാല് വേണം. പാല് തിളപ്പിച്ച് ആറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. റോ ആയിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ റോ ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹണിയാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് അവക്കാഡോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അവക്കാഡോയും ബനാനയും ഒക്കെ വളരെയധികം പൊട്ടാസ്യം കൂടുതലുള്ള, ബനാനയെക്കാട്ടും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് അവക്കാഡോയിലാണ്. ബനാനയുടെ ഹാഫ് പോർഷന് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം മധുരം ഒട്ടും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹണിയും ബനാനയും എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ഒരു പകുതി പാല് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ബാക്കിയിരിക്കുന്ന പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് ബനാന ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം കാണും. അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് ഇനി ഹണി ചേർത്താച്ചാൽ മതി.
നമ്മൾ പുറത്തുനിന്നൊക്കെ അവക്കാഡോ സ്മൂത്തി വാങ്ങിക്കുകയാണെങ്കിൽ അവർ ഹണിയും കൂടെ ചേർത്താണ് തരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഞാനിനി ഹണി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി ചേർക്കാവുന്നതാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സൊക്കെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി സ്മൂത്തിയും ജ്യൂസും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.